ഒരു മാഷായിരുന്നല്ലോ, എനിക്കറിയില്ല കേട്ടോ. ആയിരുന്നു. സത്യത്തില് മാഷായിരുന്നു അല്ലേ? പക്ഷെ ഞാൻ ഒരു ടീച്ചറായിരുന്നു. ഞാൻ TTC ഒക്കെ പഠിച്ച് കേട്ടൊക്കെ 99 മാർക്ക് കിട്ടി പാസ്സായി. ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു ഞാൻ. അതിൽ നിന്നാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഇന്റേതായ ഇഷ്ടത്തിന്റെ പിന്നാലെ നടക്കുന്നത്. ഒരു മാഷായിരുന്നല്ലോ, എനിക്കറിയില്ല കേട്ടോ. ആയിരുന്നു. സത്യത്തില് മാഷായിരുന്നു അല്ലേ? കുട്ടിയൊക്കെ അറിയണ്ടാവും. അപ്പൊ എന്റെ ഉപ്പയും ഉമ്മയും ടീച്ചേഴ്സാണ്. ഇവർക്ക് എങ്ങനെ പോയാലും ഞാൻ ടീച്ചിങ്ങിലല്ലാണ്ട് അതെല്ലാ പാരന്റ്സിനും ഉള്ളതാണ്. എന്താണോ നമ്മള് ഇത് കുറെ ആയിട്ടുള്ള ഒരു താവയാണ് ഈ സംഭവമൊക്കെ, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്താണോ പാരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, അത് സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണെങ്കിൽ അതിലേക്ക് തന്നെ കുട്ടികളെ എത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ കുറച്ചായിട്ടാണ് കുറെ പാരന്റ്സ് ഒക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ജെൻസി കിഡ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ കരിയറൊക്കെ തീരുമാനിക്കാൻ അവർക്ക് തന്നെ ആക്സസ് കൊടുക്കുന്നത്. അപ്പൊ ആ ആക്സസ് നല്ല രീതിയിൽ എല്ലാവരും മുതലെടുത്ത് ആ ഒരു കരിയറിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കരിയറിൽ വിജയം വരിച്ച് കാണിക്കുക. പാരന്റ്സിന്റെ മുന്നിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. പാരന്റ്സിനും സമൂഹത്തിനും ഗുണമുള്ള രീതിയിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.